വളരെ ലളിതവും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് പത്മരാജന്റെ സാഹിത്യ സൃഷ്ടികളെന്ന് ചലച്ചിത്ര ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി. എഴുത്തിലൂടെ സംവിധാന രംഗത്തെത്തിയ പത്മരാജൻ എന്ന ബഹുമുഖ പ്രതിഭ സിനിമയുടെ ക്രാഫ്റ്റ് മനസ്സിലാക്കി സ്വയം ചിത്രീകരണ സമ്പ്രദായം കൊണ്ടുവന്ന സംവിധായകനാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. മുതുകുളത്ത് സംഘടിപ്പിച്ച പത്മരാജൻ അനുസ്മരണ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന രചനാ സാഹിത്യ സിനിമാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്ന മാധ്യമം സംവിധായകന്റെ കലയാണ്. തീർച്ചയായിട്ടും സംവിധായകന്റെ ആ കലയ്ക്ക് സംവിധായകനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സഹായികളാണ് ഛായാഗ്രാഹകനും ചിത്രസന്നിവേശകനും. ഒരു എഴുത്തുകാരൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ പത്മരാജന്റെ സിനിമകളുടെ പ്രത്യേകത? പത്മരാജൻ ആദ്യം എഴുത്തുകാരനായിരുന്നു. സാഹിത്യരംഗത്ത്, ചെറുകഥാ രംഗത്ത്, നോവൽ രംഗത്ത് അദ്ദേഹം ചില പുതിയ കാഴ്ചപ്പാടുകളിലാണ് എഴുതിയത്. ശൈലിയിലും വ്യത്യസ്തമുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന എഴുത്തുകാരൊരാളാണ് പത്മരാജൻ. കാക്കനാടൻ, എം മുകുന്ദൻ എന്നൊക്കെ നമ്മൾ പറയുന്ന എഴുത്തുകാരുടെ ശ്രേണിയിൽ തന്നെയാണ് പത്മരാജന് വന്നത്. മാറ്റങ്ങളുമായിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ സിനിമയിൽ പ്രവേശിക്കുകയും സിനിമയുടെ ക്രാഫ്റ്റ് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആൾറെഡി കലാകാരനാണ്. അപ്പൊ നല്ല കലാകാരൻ, നല്ല എഴുത്തുകാരൻ ആ സിനിമയുടെ സിനിമ കരകൗശല കൂടെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്റേതായ ചിത്രീകരണ സമ്പ്രദായം കൊണ്ടുവന്നു. നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും കഥാപാത്രത്തിന്റെ ആവിഷ്കരണത്തെക്കുറിച്ചുമെല്ലാം ചടങ്ങിൽ അദ്ദേഹം വാചാലനായി. അവസാനം സിനിമ സംവിധായകന്റെ കലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികളെ കൂടാതെ ചലച്ചിത്ര സാഹിത്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. മുതുകുളം ഞവരക്കൽ തറവാട്ടുമുറ്റത്ത് പത്മരാജന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചാണ് അനുസ്മരണ ചടങ്ങുകൾ ആരംഭിച്ചത്.